കർണാടകയിലെ കുടക് ജില്ലയിലെ പാടിനെൽക്കാടിൽ നിന്ന് ഉത്ഭവിച്ച് കേവലം 72 മണിക്കൂർ കൊണ്ട് പഴയങ്ങാടിയിലെത്തി അറബിക്കടലിലേക്ക് ലയിക്കുമ്പോഴേക്കും പുഴ ഒരുപാട് ദേശങ്ങളിലൂടെയും സംസ്കാരങ്ങളിലൂടെയും കടന്നു പോകുന്നതായി നമുക്ക് കാണാം. ആ പുഴയുടെ 11 കിലോമീറ്റർ ഒഴുകുന്നതാവട്ടെ ചപ്പാരപ്പടവ് എന്ന പഞ്ചായത്തിലൂടെയും. ഒരു കാലത്ത് ചിറക്കൽ താലൂക്കിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശം മറ്റ് എല്ലാ മലയോര പ്രദേശങ്ങളിലെയും പോലെ 1940കളിൽ കുടിയേറ്റത്തിന് വിധേയമാകുന്നു. പിന്നീട് അനന്തമായ വ്യാപാരത്തിൻ്റെ സാധ്യതകളാണ് ചപ്പാരപ്പടവ് പഞ്ചായത്തിൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടത്. പുഴയും പുഴയോട് ചേർന്നുള്ള സംസ്കാരത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിനെയും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളെ മനസ്സിലാക്കുക നമുക്ക് അസാധ്യമാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചപ്പാരപ്പടവ് പഞ്ചായത്തിനെ കുറിച്ചാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏകദേശം 69.99 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആലക്കോട്, നടുവിൽ, കടന്നപ്പള്ളി, പാണപ്പുഴ, എരമംകുറ്റൂർ, ചെങ്ങളായി, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തുകളുമായി അതിരു പങ്കിടുന്നു. നമ്മുടെ പഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. 18 വാർഡുകളിൽ ഏകദേശം 2011 സെൻസസ് പ്രകാരം 33,000 ജനസംഖ്യ ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ലോകരാഷ്ട്രങ്ങളോട് 2030 ഏതാണ്ട് 17ഓളം വിഷയമേഖലകളിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ തയ്യാറാക്കിയ 10 തീമുകളിലായി അതിലേറ്റവും പ്രധാനപ്പെട്ട തീമായ ശുചിത്വവും ഹരിതാപവുമായ ഗ്രാമം എന്ന ഒരു വിഷയത്തിലാണ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് വർണ്ണം 2025 എന്ന പേരിൽ കഴിഞ്ഞ 89 മാസക്കാലമായി അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമുക്കറിയാം, ജനകീയാസൂത്രണ പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ ഇങ്ങോട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപാട് ഇടപെടൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പഞ്ചായത്താണ് ചപ്പാരപ്പടവ്. ഡോക്ടർ പി ബാലൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അന്ന് ജനകീയ തടയണകളും മറ്റുമൊക്കെ ജലവൈദ്യുത പദ്ധതികളൊക്കെ സംഘടിപ്പിച്ചതിൻ്റെ ഫലമായി ലോക രാജ്യങ്ങളിലുള്ള ആളുകൾ പോലും ഇവിടെ വന്ന് അത് സന്ദർശിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ജലജീവ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുവേരി വില്ലേജ് ഏതാണ്ട് 100% ആളുകൾ കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തിമിരി, വെള്ളാട് വില്ലേജുകളിൽ കൂടി പദ്ധതി വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ടാങ്ക് പണിയുന്നതിനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ കൂവേരി തൂക്കുപാലം ഇപ്പോഴും ഓരോ അവധി ദിവസങ്ങളിൽ പോലും നൂറുകണക്കിനായ ആളുകൾ വന്ന് കൂവേരി തൂക്കുപാലം സന്ദർശിച്ച് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനപ്പുറത്തായി തേറണ്ടിയിൽ ഒരു ജനകീയ ചങ്ങാടം, അതും ജനങ്ങൾ നിർമ്മിച്ചതാണ്. അപ്പോൾ അതും സന്ദർശിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. 1977 ചീമേനി പ്ലാന്റേഷൻ എസ്റ്റേറ്റിൻ്റെ ഡിവിഷനായിക്കൊണ്ട് നാടുകാണി പ്ലാന്റേഷൻ എസ്റ്റേറ്റ് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക കറുവപ്പട്ട എസ്റ്റേറ്റ് ആയിട്ടുള്ള നാടുകാണി എസ്റ്റേറ്റുടെ വിസ്തൃതം ഏതാണ്ട് 104 ഹെക്ടറാണ്. 24,000ഓളം വരുന്ന കറുവപ്പട്ട ചെടികളും 1,700ഓളം വരുന്ന കശുമാവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനു പുറമെ ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടത്രേ.
ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള നാടുകാണി എസ്റ്റേറ്റ് ഭാവിയിൽ ഒരു മൃഗശാലയായി മാറുന്നതിൻ്റെ പ്രാഥമിക ചർച്ചകളും തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ 360 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ ആദ്യം തന്നെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടമായിരുന്നു അവിടെ. കറുപ്പത്തോട്ടം സിന്നമൺ എസ്റ്റേറ്റ്, സിന്നമൺ. അപ്പോൾ അത് ഏറ്റവും വില പിടിച്ച സിന്നമൺ, അതിൻ്റെ തൈലം, കറുവപ്പട്ടയുടെ തൈലം അത് വാറ്റിയെടുക്കുന്ന ഒരു സെൻ്ററായിരുന്നു നാടുകാണി. ഈ നാടുകാണിക്ക് അപ്പോൾ അതിന് ഭയങ്കര വിലയാണ്. കറുവപ്പട്ടയുടെ തൈലത്തിന് ഇപ്പോഴും അവിടെ കിട്ടും, ലഭ്യമാണ്. അപ്പോൾ ഇല വാറ്റിയെടുത്തിട്ട് അതിൽ നിന്നുള്ള തൈലം ക്വാളിറ്റി അനുസരിച്ചിട്ട് അത് വിൽപ്പനക്കും കയറ്റി അയക്കുന്നതിനും ധാരാളമായിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാന്യ MLA ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ നാടുകാണി പ്ലാന്റേഷൻ സന്ദർശിക്കുകയും അവിടെ ഒരു സഞ്ചരിക്കുന്ന സൂ, സഞ്ചരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സൂ ആണ് വിഭാവനം ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഏതാണ്ട് 300 ഏക്കർ ഉള്ളത് 250ഓളം ഏക്കർ സ്ഥലം വരുന്നത് നമ്മുടെ പഞ്ചായത്തിലാണ്. തീർച്ചയായും ആ ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വികസന സാധ്യതകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ടെക്സ്റ്റൈൽ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായി 2010 കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ കിൻഫ്ര കണ്ണൂരിലെ നാടുകാണിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2005 മുതൽക്ക് വ്യവസായശാലകൾക്ക് സ്ഥലങ്ങൾ അനുവദിച്ച് നൽകിയെങ്കിൽ കൂടിയും 2010 അത് പൂർണ്ണത കൈവരിക്കുന്നത്. കുറുമാത്തൂർ, ചപ്പാരപ്പടവ് പഞ്ചായത്തുകളിൽ നീണ്ടുകിടക്കുന്ന എസ്റ്റേറ്റിൽ നിലവിൽ 186ഓളം യൂണിറ്റുകളും 4000ഓളം തൊഴിലാളികളും ഉണ്ടത്രേ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നതിന് ശേഷം വളരെ ഹെൽപ്ഫുള്ളും വളരെയധികം നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് 24 hours പണിയെടുക്കാനും അതേപോലെ തന്നെ കിൻഫ്രയുടെ ഭാഗത്ത് പല ഇതിൽ സപ്പോർട്ട്, പിന്നെ ലൈസൻസിൻ്റെ കാര്യത്തിൽ വളരെ എളുപ്പമുണ്ട്. ഫർദർ അത് ചെയ്യാനുണ്ട്, സിംഗിൾ വിൻഡോ ആക്കാനുണ്ട്. എന്നാലും സോ ഫാർ വി ആർ വെരി ഹാപ്പി വിത്ത് കിൻഫ്ര സർവീസ് ആൻഡ് സപ്പോർട്ട്. ഇപ്പോൾ ചപ്പാട് പഞ്ചായത്തിൽ വ്യവസായ മേഖല എന്ന് പറയുന്നത് നമ്മൾ കിൻഫ്ര പാർക്ക് വന്നതോട് കൂടിയിട്ട് വലിയ ഒരു കുതിച്ച് ചാട്ടമാണ് ഈ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചപ്പാട് പഞ്ചായത്തിൻ്റെ തന്നെ
മുഖച്ഛായ മാറുന്ന രീതിയിലാണ് ഈ കിൻഫ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയത്. ധാരാളം, അതായത് ഒരുപാട് വ്യവസായശാലകൾ അവിടെയുണ്ട്, ഒരുപാട് വ്യവസായശാലകളുണ്ട്. അത് ഇന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ അത്രയധികം വ്യവസായശാലകൾ അവിടെ വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് നടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയധികം വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ ഈ കിൻഫ്ര പാർക്കിൽ ഉണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അവിടെ തന്നെ എനിക്കൊന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ കൊടുക്കുന്നുണ്ട്, ചെറുപ്പക്കാരായ ആൾ. പ്രത്യേകിച്ചും നമ്മുടെ ഈ കൂവേരി ഭാഗത്തുള്ള ജനങ്ങൾക്ക്, പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ തന്നെ തൊഴിൽ കിട്ടുന്നുണ്ട്. രാജീവ് ഗാന്ധി സർവകലാശാലയുടെ കീഴിൽ യുവാക്കൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമയും ഡിഗ്രിയും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി 2016 അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈനിങ് സെൻറ്റർ നാടുകാണിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും കൈത്തറിയുടെ നാടായ കണ്ണൂരുമാണ്. വിദ്യാർത്ഥികൾക്കുള്ള കോഴ്സിന് പുറമെ കുടുംബശ്രീ പോലെയുള്ള സംരംഭങ്ങൾക്ക് ഇവിടെ നിന്നും ഫാഷൻ ഡിസൈനിങ്ങിൽ ട്രെയിനിങ് നൽകി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിൽ അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഒരു നാഷണൽ വൊക്കേഷണൽ സ്കിൽ പ്രൊവൈഡറാണ് ATDC എന്ന് പറയുന്നത്. നമ്മുടെ റീജിയണൽ സെൻറ്റർ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തത് 2010 കൂത്തുപറമ്പ് വലിയ വെളിച്ചം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് തളിപ്പറമ്പ് നാടുകാണിയിലെ കിൻഫ്ര പാർക്കിലേക്ക് മാറുകയാണ് ചെയ്തത്. 2014 തൊട്ട് തളിപ്പറമ്പ് നാടുകാണിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ ഒരു കോളേജ് ആയിട്ടല്ല, നമ്മളൊരു വൊക്കേഷണൽ സ്കിൽ പ്രൊവൈഡർ ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഒരു റെഗുലർ കോഴ്സസിനേക്കാളും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ടേം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് നാഷണൽ സ്പോൺസർഷിപ്പിൽ വരുന്ന കോഴ്സസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്കിൽ മിഷൻസിൽ വരുന്ന കോഴ്സസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NBC-FDC അല്ലെങ്കിൽ കേസ് എന്ന് പറയുന്നത് കേരള അക്കാഡമി ഓഫ് സ്കിൽ എക്സലൻസിൻ്റെ സ്പോൺസർഷിപ്പിൽ വരുന്ന കോഴ്സുകൾ. അതുപോലെ തന്നെ ASAP എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഗാർമെൻറ്റ് സെക്ടറിലുള്ള കോഴ്സസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ATDC ആയിരുന്നു. അതുപോലെ തന്നെ TOT എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ആണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരള ഗവൺമെൻറ്റിൻ്റെ VHSE സ്കൂളുകളിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ATDC ട്രിവാൻഡ്രത്ത് വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് കോഴ്സസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് കോഴ്സുകളുണ്ട്. വളരെ ചെറിയ കാലയളവ് കൊണ്ട് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റേഴ്സിന് പെട്ടെന്നൊരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ്, പുതിയ അപ്ഡേഷൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. 15 ദിവസത്തെ കോഴ്സ്, അല്ലെങ്കിൽ 3 ദിവസത്തെ ടെക് ക്ലിനിക് എന്ന് പറയുന്ന റിഫ്രഷ്മെൻറ്റ് കോഴ്സ്. ഇങ്ങനെയുള്ള കോഴ്സുകളാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതിന് പുറമെ റെഗുലർ കോഴ്സസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് ആണ്. 3 വർഷത്തെ റെഗുലർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഡിഗ്രിയാണ്. BVOC FDR എന്നാണ് കോഴ്സിൻ്റെ പേര്. അതായത് ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ. ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന INI ആണ്. INI എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് ഈക്വലൻ ടു എ യൂണിവേഴ്സിറ്റി. അത് ചെന്നൈ ശ്രീപെരുമ്പുതൂരിൽ ബേസ് ചെയ്തിരിക്കുന്ന INI ആണ്. അവരാണ് നമ്മുടെ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. 3 വർഷത്തെ റെഗുലർ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കൂടെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പാൻ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് സെൻട്രലി വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് ഒരു മെയിൻ സെൻറ്ററിൽ, ഫോർ എക്സാമ്പിൾ സദേൺ റീജിയനിൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേസ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇഷ്ടമുള്ള കമ്പനീസിലേക്ക് പ്ലേസ്ഡ് ആവുന്നു. അതാണ് ഡിഗ്രിയുടെ ഒരു രീതി. അതുകൂടാതെ നമ്മൾ നടത്തുന്ന റെഗുലർ പ്രോഗ്രാമാണ് ഡിപ്ലോമ, 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം. അത് FDT, ഫാഷൻ ഡിസൈൻ ടെക്നോളജി എന്ന് പറയും. അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ATDCയുടെ തന്നെ സർട്ടിഫിക്കേഷനാണ് ചെയ്യുന്നത്. FDR എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, അതായത് മാനേജ്മെൻറ്റ് കോഴ്സസും കൂടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സബ്ജക്ട്സ് കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആണ്. അതേസമയം ഡിപ്ലോമ ഇൻ FDT എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അത് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ കൂടുതലായിട്ട് പ്ലേസ്ഡ് ആവുന്നത് ഗാർമെൻറ്റ് ഇൻഡസ്ട്രീസിലും ബുട്ടീക്സിലും ഒക്കെയാണ്.
കുടക് വനത്തിലുള്ള പാടിനെൽക്കാട് എന്ന സ്ഥലത്താണ്. പാടിനെൽക്കാട്, അതായത് കുടക് വനത്തിൽ നിന്ന് ഇത് ഉത്ഭവിച്ച് ഏതാണ്ട് 86 കിലോമീറ്ററോളം ഒഴുകിയിട്ടാണ് ഇത് അറബിക്കടൽ ചേരുന്നത്. പഴയങ്ങാടിയിൽ നിന്ന് അറബിക്കടൽ ചേരുന്നത്. അപ്പോൾ ഈ പുഴ താരതമ്യേന മറ്റ് കേരളത്തിലെ മറ്റ് 43 നദികളെ പോലെയല്ല, കുറേയും കൂടി ഒരു സംശുദ്ധമായിരുന്നു, അധികം തന്നെ മലീമസമാകാത്തൊരു പുഴയായിരുന്നു. പക്ഷേ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇത് മലിനമാകാൻ തുടങ്ങി. ആളുകൾ ധാരാളം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു ഇടമായി തുടങ്ങി ഈ നമ്മുടെ കുപ്പംപുഴ. അപ്പം അങ്ങനെയാണ് 2015 ചപ്പാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ ആൾക്കാരെ കൂടിയിട്ട് കുവേരിക്കടവിലുള്ള പനിച്ചിമരത്തിൻ്റെ അവിടെ പനിച്ചിമരം എന്ന് പറഞ്ഞൊരു മരമുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ് ആ മരം. പനിച്ചിമരത്തിൻ്റെ ചോട്ടിലിരുന്ന് ഒരു ആലോചന യോഗം നടക്കുകയും നമുക്ക് ഈ പുഴ ഇങ്ങനെ സംരക്ഷിക്കണം, അതിങ്ങനെ മലീമസമാകരുത് എന്ന് ഞങ്ങൾ അവിടെ കൂടിയിരുന്ന കുറച്ച് പ്രകൃതി സ്നേഹികളും ആളുകളൊക്കെ തീരുമാനിക്കുകയും ചപ്പാട് പഞ്ചായത്ത് അത് നേതൃത്വപരമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അതിന് കിലയുടെ സപ്പോർട്ടുണ്ടായിരുന്നു, കില. അങ്ങനെ ആ ഒരു ചെറിയ യോഗം പഞ്ചായത്ത് തലത്തിൽ വിപുലമായ ഒരു യോഗമാക്കുകയും തുടർന്ന് 8 പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട്, അതായത് 8 പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പുഴ നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് മണക്കടവ് പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, അതുപോലെ തന്നെ നടുൽ പഞ്ചായത്ത്, ചപ്പാരോട് പഞ്ചായത്ത്, പരിയാരം പഞ്ചായത്ത്, പട്ടുവം പഞ്ചായത്ത്, അതുപോലെ തന്നെ ഏഴോം പഞ്ചായത്ത്, പിന്നെ മാടായി പഞ്ചായത്ത് മാട്ടൂൽ ഭാഗത്ത്. അപ്പോൾ ഈ 8 പഞ്ചായത്തുകൾ കൂടി സംയോജിതമായിട്ട് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഭരണസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വിപുലമായ യോഗം ചേരുകയും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രകൃതി സ്നേഹികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കിലയിൽ ഒരു ട്രെയിനിങ് നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമ്മളൊരു കർമ്മ പദ്ധതിയും ഒരു പൈലറ്റ് പ്രോജക്റ്റും ആരംഭിച്ചു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുജനങ്ങളോട്, പ്രത്യേകിച്ചും പുഴയോരങ്ങളിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളിൽ ഉൾപ്പെടുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒരു കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുപ്പംപുഴ സംരക്ഷണം മാത്രമല്ല, ഈ കുപ്പംപുഴയെ അതായത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾ, അതായത് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ശുദ്ധജലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് മണലൂറ്റിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴത് കർശനമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പുഴ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ഉണ്ടാവുകയും ചെയ്യുന്ന അതിലൊന്നാണ് പ്രധാനമായി നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് വിനോദസഞ്ചാരം. ഇപ്പോൾ വിനോദസഞ്ചാര മാർഗം എന്ന് പറയുമ്പോൾ ധാരാളം വിദേശികളെ അടക്കം ഇതിലേക്ക് ആകർഷിക്കണം. ഈ കുവേരി പുഴ ഇപ്പോഴേ ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് കേന്ദ്രമാണ്. അതായത് തളിപ്പറമ്പിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കുവേരി പുഴ, കുവേരിക്കടവ് തൂക്കുപാലം അതൊക്കെ വളരെ ആകർഷകമാണ്. ഇവിടുന്ന് ഏതാണ്ടൊരു 18 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തും, നമ്മുടെ വൈതൽമലക്കെത്തും. അതുപോലെ അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പാലക്കയം തട്ടിലെത്തും. അതുപോലെ തന്നെ ജാനകി വെള്ളച്ചാട്ടം, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, അങ്ങനെ ധാരാളം വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഈ വൈതൽമലയുടെ ചുറ്റുഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ ടൂറിസം സർക്യൂട്ട് സെൻറ്ററും കൂടിയാണ് ഈ കുവേരി. അപ്പോൾ ഈ കുവേരിയുള്ള അല്ലെങ്കിൽ ഈ പുഴയോരത്തുള്ള ജനങ്ങൾക്ക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അന്ന് പുഴ സംരക്ഷണ സമിതി വിഭാവനം ചെയ്തതെന്ന് വെച്ചാൽ, ഈ ടൂറിസ്റ്റുകൾ, സ്വദേശികളും വിദേശികളായ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് വിഭവസമൃദ്ധമായ വളരെയധികം നല്ല ഫലമൂലാദികൾ കൊടുക്കുക. അതായത് നല്ല മാങ്ങ, ചക്ക, അതുപോലെ തന്നെ പൈനാപ്പിള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഈ പുഴയുടെ തീരത്ത് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് അല്പം തന്നെ സാമ്പത്തികമായി നേട്ടം ഉണ്ടാവുകയും ചെയ്യുക. അങ്ങനെ അപ്പോൾ ഈ പുഴയുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പതിയുകയും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ മലിനീകരണം കുറയുകയും അല്ലെങ്കിൽ മലിനീകരണത്തിന് അല്ലെങ്കിൽ അതിന് മുതിരുന്ന ആളുകളെ തടയുകയും ചെയ്യുക എന്നുള്ളൊരു സംവിധാനം കൂടി അവിടെ ഉണ്ടാവും.
എപ്പോഴും തന്നെ നമുക്ക് ജനസമ്പർക്കം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും, എവിടെയെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മലിനപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയിൽ കൂടിയാണ് ജനസമ്പർക്ക പരിപാടി അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തത്. 1950 നാടിൻ്റെ നവോത്ഥാന നായകനായിരുന്ന എം ഹസൈനാർ ഹാജിയുടെ നേതൃത്വത്തിൽ ചപ്പാരക്കടവ് ഒരു വിദ്യാലയത്തിന് തുടക്കം കുറിക്കുന്നത്. 1963 സ്കൂളിലെ ആദ്യത്തെ SSLC ബാച്ച് പഠിച്ചിറങ്ങുന്നു. 2010 ഹയർ സെക്കൻഡറിയായി മാറ്റപ്പെട്ട വിദ്യാലയത്തിൽ നിലവിൽ 1000ഓളം കുട്ടികൾ പഠിക്കുന്നതായി നമുക്ക് കാണാം. ലിറ്റിൽ കൈറ്റ്സും റെഡ് ക്രോസും ഒക്കെ വളരെ സജീവമാണ് ഇന്ന് സ്കൂളിൽ. ചുറ്റിലുമുള്ള കാഴ്ചകളും പ്രകൃതി ഭംഗികളും തന്നെയാണ് സ്കൂളിൻ്റെ മറ്റൊരു സവിശേഷത. 10-70 വർഷത്തോളം പഴക്കമുള്ള ഒരു മികച്ച വിദ്യാലയമാണ് ചപ്പാരപ്പടവ് ഹൈസ്കൂൾ. 3000ഓളം കുട്ടികൾ മുമ്പ് ഇവിടെ പഠിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം 1000ഓളം കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും ഇംഗ്ലീഷ് മീഡിയം അതുപോലെ മലയാളം മീഡിയം ഡിവിഷനുണ്ട്. ഏകദേശം 3 വർഷത്തോളമായി ഇപ്പം തുടർച്ചയായിട്ട് 100% വിജയമാണ് SLCക്കുള്ളത്. അതുപോലെ ഹയർ സെക്കൻഡറിക്കും മികച്ച വിജയം നേടുന്ന ഒരു നല്ല വിദ്യാഭ്യാസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു കുഗ്രാമമാണെങ്കിലും അതുപോലെ ട്യൂഷൻ ഫെസിലിറ്റിയൊക്കെ കുറഞ്ഞ ഏരിയ ആണെങ്കിലും കുട്ടികൾ മികച്ച പഠന നിലവാരം കാണിക്കുകയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എത്തിപ്പെട്ട ഒരുപാട് കുട്ടികളും അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസായ ഒരുപാട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൃത്യമായ യൂണിഫോം, അതുപോലെ അച്ചടക്കം, അതുപോലെ പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക സൗകര്യം, നല്ല ഭംഗിയുള്ള വിശാലമായ പ്ലേ ഗ്രൗണ്ട്, 2 കായിക അധ്യാപകർ, അതുപോലെ വിവിധ കായിക മത്സരങ്ങളിൽ സ്റ്റേറ്റിലും ജില്ലാടിസ്ഥാനത്തിലൊക്കെ മികച്ച പ്രകടനം വെക്കുന്ന ഒരുപാട് കായിക താരങ്ങളെ സൃഷ്ടിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മല്ലിക ടീച്ചർ സ്റ്റേറ്റിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടീച്ചറാണ്. നമ്മുടെ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ 1ാം സ്ഥാനം വാങ്ങാനൊക്കെ പലപ്പോഴും മുന്നിലുണ്ടായിരുന്ന മല്ലിക ടീച്ചർ ഒരുപാട് കുട്ടികളെ പ്രവൃത്തി പരിചയ മേളകളൊക്കെ നടക്കുമ്പോഴും ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം പ്രയത്നിക്കുകയും അതിൻ്റെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞ ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. അതുപോലെ ഇന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഒരു അത്താണി എന്ന നിലക്ക് നമ്മുടെ വിദ്യാലയത്തെ കാണാനും അവരൊക്കെ അതുപോലെ സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നതും ഒരു നല്ല കാര്യമാണ്. പിന്നോക്കം നിൽക്കുന്ന തീരെ വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികളൊക്കെ പ്രത്യേകം പരിഗണിച്ച് അവർക്ക് പ്രത്യേക കോച്ചിങ് ഒക്കെ കൊടുത്ത് അവരെ മറ്റു കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്ത് നടന്നു വരുന്നു. അതുപോലെ മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ്സും ഒക്കെ ജൂൺ മുതൽ തന്നെ നമ്മുടെ വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ NMS പോലെയുള്ള സ്കോളർഷിപ്പ് പരീക്ഷകളിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളൊക്കെ ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിനുണ്ട് എന്നത് ഒരു മികച്ച നേട്ടമായി കാണുന്നു. വിദ്യാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു പച്ചപ്പ്, ചപ്പാരപ്പടവ് എന്ന് പറയുന്നതിലുപരി പച്ചപ്പ് പകർന്ന ഒരു നല്ല എക്കോ ഫ്രണ്ട്ലി മേഖല കൂടിയാണ് വിദ്യാലയം. വിദ്യാലയത്തിന് ചുറ്റും നല്ല കൃഷി സ്ഥലങ്ങളും അതുപോലെ വിദ്യാലയത്തിന് മുന്നിലുള്ള തെങ്ങും തോപ്പുകളും അതുപോലെ വാഴകളൊക്കെ കുട്ടികൾക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പരിസര ശുചിത്വ ബോധം കുട്ടികളിൽ വളർത്താനും അതുപോലെ കൃഷി ചെയ്യാനുള്ള ഒരു ത്വര കുട്ടികളിൽ വളർത്താനൊക്കെ ഇതിനെക്കൊണ്ട് കഴിയുന്നുണ്ട്. അതുപോലെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇന്ന് സാമൂഹ്യ വിപത്തായ ലഹരി എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സമയത്ത് രാവിലെ 9 മണിക്ക് വിദ്യാലയത്തിൽ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 4:30, 5 മണി 2 ഷിഫ്റ്റുകളായിട്ട് മാത്രമേ കുട്ടികളെ കോമ്പൗണ്ടിന് പുറത്ത് വിടാറുള്ളൂ.
നമ്മുടെ പഞ്ചായത്തിലെ വൈവിധ്യമായ രാഷ്ട്രീയ മത സാമൂഹ്യ ജാതി ഈ വൈവിധ്യങ്ങളൊക്കെ തന്നെ വളരെ ഏകതയോടുകൂടി വളരെ ഐക്യത്തോടുകൂടി അസൂയാവഹമായ രീതിയിൽ കൊണ്ടു നടന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഗ്രാമം. വളരെ ചെറുപ്പം മുതൽ തന്നെ ഇവിടുത്തെ ലൈബ്രറികൾ, ഈ പ്രദേശത്തെ ഓരോ ഗ്രാമങ്ങളിലുമുള്ള ലൈബ്രറികൾ വളരെ സജീവ സാന്നിധ്യമാണ് ഈ പ്രദേശത്ത്. ഈ ഒരു നാടിനെ പറ്റി പറയുകയാണെങ്കിൽ, വളരെ സാംസ്കാരികം സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ, വളരെ കാലം മുമ്പ് തന്നെ, ഏതാണ്ട് എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ കുവേരിയിൽ ഒരു പോത്തേര എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു മഹാപ്രതിഭ, ഒരു സാഹിത്യ പ്രതിഭ ജീവിച്ചിരുന്നതായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂര്യസ്തുതി എന്ന് പറയുന്ന ഒരു കീർത്തനം, ഒരു കൃതി ആ കാലഘട്ടത്തിൽ തന്നെ പ്രചരിച്ച ഒരു കൃതിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനം, ഒരു കൃതിയാണ് സോമേശ്വര വന്ദനം എന്ന് പറയുന്ന ഒരു കീർത്തനം. വളരെ കാലം മുമ്പുള്ളൊരു കൃതിയാണിത്. ആ കാലഘട്ടത്തിൽ ഇവിടെയുള്ള സന്ധ്യാവന്ദനത്തിന് കുട്ടികൾ ഈ ഒരു കീർത്തനം ചൊല്ലിയിട്ടാണ്, അവരുടെ പാഠശാലയിൽ നിന്ന് പഠിച്ചിട്ടാണ് ഈ സാഹിത്യം അല്ലെങ്കിൽ സാംസ്കാരികം അല്ലെങ്കിൽ ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരു പഠനത്തിലേക്കൊക്കെ അവർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മലയാള ചെറുകഥയുടെ ഏറ്റവും ആദ്യത്തെ ചെറുകഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരുടെ ഒരു പ്രദേശമാണിത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു അത്ഭുതവും അല്ലെങ്കിൽ വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ നമുക്കൊരു എഴുത്തുകാരനായി നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ആഹ്ലാദകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കഥയായ മേനോക്കിയെ കൊന്നത് ആര് എന്ന് പറയുന്ന ഒരു ചെറുകഥയിൽ കൃത്യമായി കുവേരി ഈ പറയുന്ന പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സാഹിത്യപരമായും സാംസ്കാരികമായും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, ഏറ്റവും പ്രോജ്വലമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത്. നമ്മുടെ ആദ്യത്തെ ഒരു സിനിമയായ കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയുള്ള ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള ചർച്ചയും നമ്മൾ ഈ പുഴയുടെ തീരത്തിരുന്നിട്ടാണ് നടത്തുന്നത്. ഞാൻ ഷെറീഫ് ഈ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ അദ്ദേഹം കൂടിയിട്ടാണ് ഈ പുഴയുടെ തീരത്തിരുന്നിട്ടാണ് കാന്തൻ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ ആലോചിക്കുന്നതും ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ. അത്തരത്തിൽ ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത്തരത്തിൽ നാട്ടിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പ്രോത്സാഹനപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ നാട്ടിൽ നിന്നും കിട്ടുന്നത്. കലാകാരന്മാരെ, പ്രത്യേകിച്ച് ഇവിടെ ആദ്യകാലത്തുണ്ടായിരുന്ന നാടക പ്രവർത്തകരായിക്കോട്ടെ, സാംസ്കാരിക പ്രവർത്തകരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, പൂൽക്കളി അല്ലെങ്കിൽ പൂരക്കളി എന്ന് പറയുന്ന മറ്റ് കലാരൂപങ്ങൾക്കൊക്കെ തന്നെ ഈ നാട് അഗൈതവമായ അകമഴിഞ്ഞ ഒരു പ്രോത്സാഹനം നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കലാകാരന്മാർക്ക് ഇത്രയും വളരാനും സ്വതന്ത്രമായി ചിന്തിക്കാനുമുള്ള ഒരു വേദി ഈ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. CVK പണിക്കരുടെയും T നാരായണൻ്റെയും ആവശ്യപ്രകാരം കുഞ്ഞിരാമൻ മാസ്റ്റർ ജനങ്ങളെ വിളിച്ചു ചേർത്തൊരു യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1970 തുടക്ക കാലഘട്ടത്തിൽ കൂവേരിയിൽ ജവഹർ സ്മാരക ഗ്രന്ഥാലയം സ്ഥാപിക്കപ്പെടുന്നത്. ഇന്നത് കൂവേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായി മാറ്റപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് കൂവേരിയിലെ ജവഹർ ഗ്രന്ഥാലയത്തിൽ നിന്ന് പുസ്തകം തേടിപ്പിടിച്ച് വായിച്ച പലരും ഇന്ന് സാംസ്കാരിക നേതാക്കളും എഴുത്തുകാരുമാണ്. വർഷങ്ങളോളം മുടങ്ങാതെ കൂവേരി ജവഹർ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെൻറ്റ് നടന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റപ്പെടുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് കൂവേരി ജവഹർ ഗ്രന്ഥാലയം. കൂവേരി വളരെ പണ്ട് തന്നെ ഒരു 10-50 വർഷം മുമ്പ് 1 കിലോമീറ്ററിനുള്ളിൽ 3 അംഗീകൃത ഗ്രന്ഥശാലകൾ കൂവേരിയിലുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ജവഹർ സ്മാരക ഗ്രന്ഥശാല, 1 കിലോമീറ്റർ താഴെ യുവജന ഗ്രന്ഥശാല, പുഴക്കക്കര സുഭാഷ് സ്മാരക ഗ്രന്ഥാലയം. കാരണം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അംഗീകൃത. ഇന്ന് എല്ലാ വാർഡിലും സർക്കാർ ഗ്രന്ഥശാലകൾ ഉണ്ടാക്കാൻ വേണ്ടി തീവ്രയത്ന പരിശ്രമം നടത്തുന്ന സമയത്താണ് 50 വർഷം മുമ്പൊക്കെ ഇത്തരം നല്ലൊരു ഗ്രന്ഥശാലകൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാംസ്കാരികപരമായി കുവേരിയുടെ ആ മുന്നേറ്റമാണ്. കുവേരി ജവഹർ സ്മാരക ഗ്രന്ഥശാലയെ സംബന്ധിച്ചിടത്തോളം ഇതിന് നേതൃത്വം കൊടുത്തത് CVK പണിക്കർ എന്ന CV കുഞ്ഞിരാമൻ, അതുപോലെ പാറയിൽ നാരായണൻ. ഇവരുടെ മനസ്സിൽ വന്ന ഒരാശയം അവർ ഈ IK മാഷുമായി ബന്ധപ്പെട്ട്
അവർ കൂടിയാലോചന നടത്തിയതിനു ശേഷം ഒരു വിഷു ദിവസം കുവേരി കണ്ണമ്പേതിരുടെ ആര്യ സദനത്തിൽ വൈദ്യശാലയിൽ ഒരു നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു വായനശാല രൂപീകരിച്ചിട്ടുള്ളത്. അതിന് 3 സെൻറ്റ് സ്ഥലം, അത് ഈ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് വരെ ഗ്രന്ഥശാലക്ക് 3 സെൻറ്റ് സ്ഥലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. CV ഗോയിൻ എന്ന് പറഞ്ഞ ആളാണ് ആ സ്ഥലം സംഭാവന ചെയ്തത്. ജവഹർ സ്മാരക ഗ്രന്ഥശാല എന്നുള്ള പേര് കൊടുത്തു. അതിൻ്റെ ആദ്യത്തെ പ്രഥമ പ്രസിഡൻ്റാണ് ശ്രീ IK മാസ്റ്റർ. പിന്നെ സെക്രട്ടറി പാറയിൽ നാരായണൻ. പിന്നീട് നമുക്ക് അംഗീകാരം കിട്ടിയത്, സർക്കാരിൻ്റെ അംഗീകാരം വാങ്ങിത്തരുമ്പം ഈ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട മാധവ മാഷായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാം ജീവനാഡിയായ, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയ ഇതിനിടെ അന്തരിച്ചു പോയ മാധവ മാഷാണ് നമുക്ക് ഈ ഗ്രന്ഥശാലക്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരം നേടിത്തരുമ്പോൾ ഇതിൻ്റെ സാരഥിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ ഗ്രന്ഥശാല വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആദ്യ കാലഘട്ടത്തിൽ പ്രഥമ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ IK മാസ്റ്റർ നല്ല സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ PN പണിക്കർ മുതൽ സുമാർ അഴീക്കോട് മുതൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മഹത് വ്യക്തികളെയും നമ്മുടെ ഗ്രന്ഥശാല സന്ദർശിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സന്ദർശക പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടെ ഗ്രന്ഥശാലയിൽ പഴയ കാലഘട്ടങ്ങളിൽ സാക്ഷരതാ പ്രവർത്തനം, അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ് എല്ലാം എല്ലാ രീതിയിലും, ഇന്നിപ്പം വനിതാ വേദിയായാലും പിന്നെ വയോജന വേദിയായാലും അതുപോലെ തന്നെ ബാലവേദി, എല്ലാ വേദിയും പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ്. ഇപ്പോൾ 32,000 രൂപ സർക്കാർ ഗ്രാൻഡ്, വാർഷിക ഗ്രാൻഡ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ലൈബ്രറിയന്മാർ ഈ ഗ്രന്ഥശാലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സഞ്ചരിക്കുന്ന വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന വനിതാ ലൈബ്രറിയനടക്കം ഈ ഗ്രന്ഥശാലയിൽ 2 ലൈബ്രറിയന്മാരുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഇതാണ്. എന്തായാലും പുതുതലമുറ വായനയിലേക്ക് വരാത്തൊരു നൈരാശ്യം നമുക്കുണ്ട്. കാരണം മൊബൈൽ ഫോണും ഇതെല്ലാം എന്തായാലും വായന നശിക്കുന്നില്ല. ഡിജിറ്റൽ വായനയും കൂടെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ പുതിയ പുസ്തകങ്ങൾ എടുക്കാനും വരാനും അതിന് നമ്മൾ പുതിയ തലമുറേനെ രക്ഷിതാക്കൾ അവർ മാറ്റം പറ്റി ഗ്രന്ഥശാലയിലേക്ക് അയക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം വരണം. അതോടൊപ്പം തന്നെ പ്രൈമറി സ്കൂളിലെ കുട്ടികളും പിന്നെ ഗ്രന്ഥശാലയും പിന്നെ സംയോജിച്ചുകൊണ്ട് നല്ല ഒരു വായന പ്രോത്സാഹിക്കുന്ന രീതിയിൽ ചങ്ങാത കൂട്ടമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് കുവേരി GLP സ്കൂളിൽ നടത്തിയത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നേട്ടമായിരുന്നു. കുവേരിയെ സംബന്ധിച്ചിടത്തോളം ഈ വോളിബോൾ ടൂർണമെൻറ്റ് ഏറ്റവും നന്നായിട്ട് നടത്തിയത് സുഭാഷ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ കൊട്ടക്കാനത്ത് വെച്ചിട്ടാണ്. 10-20 വർഷത്തോളം PVK സ്മാരക ഒരു റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ആ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് ഞങ്ങളെല്ലാം ചെറുപ്രായത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്നൊരു ഒരു വോളിബോൾ ടൂർണമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ജവഹർ സ്മാരക ഗ്രന്ഥശാല കുവേരി കടവിൽ ഡോക്ടർ T രാധാകൃഷ്ണൻ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറി ആയ സമയത്ത് ഞങ്ങൾ MB ഗോവിന്ദൻ സ്മാരക എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി 5-10 വർഷക്കാലം നല്ല രീതിയിൽ കുവേരി കടവിൽ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല ജനകീയ കൂട്ടായ്മയിലോട് കൂടി. പിന്നീട് നമ്മുടെ നാട്ടുപ്രദേശത്തെല്ലാം ഇന്ന് വോളിബോളെല്ലാം പിന്നെ ഇന്നത്തെ യുവതലമുറ ഇത് ക്രിക്കറ്റിലേക്ക് മാറിയതിന് ശേഷം അവർ വോളിബോളിനൊരു പ്രോത്സാഹനം കുറഞ്ഞ് പഞ്ചായത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ബ്ലോക്ക് തല മേളയൊക്കെ വരുമ്പം പല ക്ലബ്ബുകൾക്കും കൊടുത്ത് അങ്ങനെ വോളിബോൾ ഇപ്പോൾ ഇല്ലു. പഴയ രീതിയിലൊരു ആവേശത്തോടു കൂടിയില്ലേ ആ ഒരു വോളിബോൾ രംഗത്തേക്ക് യുവതലമുറേനെ കൊണ്ടുവരേണ്ട ഒരു കാര്യം അത്യാവശ്യമായിട്ട് ഉണ്ട്. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ തന്നെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പൂവേരി ശ്രീ വള്ളിക്കടവ് പുതിയ ഭഗവതി ക്ഷേത്രം. തെക്കൻ കുളികൻ, ഭദ്രകാളി, വീരൻ തെയ്യം തൊട്ട് അനവധി തെയ്യങ്ങൾ ഇവിടെ ഉത്സവ സമയങ്ങളിൽ കെട്ടിയാടാറുണ്ടത്രേ.
ഇനി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. ഒരു 700 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ജനകീയ കമ്മിറ്റിയാണ് ഇപ്പോഴത്തെ ഭരണവും ഇതെല്ലാം കൊണ്ടുപോകുന്നത്. മുൻപിത് പോത്തേര തറവാട്ടുകാരതായിരുന്നു. അവർ ജനങ്ങൾക്ക് 14 കാരണവന്മാർക്ക് എഴുതി കൊടുത്ത ക്ഷേത്രമാണ്. ഇപ്പം ജനകീയ കമ്മിറ്റിയാണ് കൊണ്ടുപോകുന്നത്. കളിയാട്ടാണ് പ്രധാന ഉത്സവം. അത് ഡിസംബർ 26 മുതൽ 30 വരെയാണ് നടക്കാറ്. ധനു 11 മുതൽ 14 വരെ. പിന്നെ പ്രതിഷ്ഠാ ദിനം മേടം മകരം 16-നാണ്. പിന്നെ ഉള്ളത് പൂരോത്സവമാണ്. 7 ദിവസത്തെ പൂരോത്സവം, ബാക്കി സംക്രമ അടിയന്തരം, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കളിയാട്ടം 4 ദിവസമാണ്. ധനു 11 മുതൽ 14 വരെ. പിന്നെ 7 ദിവസത്തെ എഴുന്നള്ളത്തുണ്ട്. ഒരു 700ഓളം വീടുകളിലെ വലിയൊരു വരിസംഖ്യയുള്ള ക്ഷേത്രമാണിത്. എല്ലാ വീട്ടിലും എഴുന്നള്ളത്ത് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇവിടെ. 2012-ലാണ് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിന്. പുതിയ ഭഗവതിയാണ് പ്രധാന ആരാധനാമൂർത്തി. അതുകൂടാതെ ചുവന്നമ്മ, വീരൻ, വീരകാളി, ഭദ്രകാളി, വിഷ്ണുമൂർത്തി, ഗുളികൻ ഉണ്ട്. ഭദ്രകാളി കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. കോലത്തിൽ കെട്ടിയാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ആധുനികതയോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ പുഴയോട് ചേർന്നുള്ള തങ്ങളുടെ ജീവിത സംസ്കാരത്തെയും കൈവിടാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാരപ്പടവിലെ ജനത. വരും കാലങ്ങളിലും തങ്ങളിലടങ്ങിയിട്ടുള്ള മതസൗഹാർദ്ദവും പരിസ്ഥിതി സ്നേഹവും കൈവിടാതെ മുന്നേറാനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.